വിഭജികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലും സംസ്കരിക്കുന്ന കാര്യത്തിലും ഈ രണ്ട് കാര്യത്തിലും ഇന്നൊരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിതീഷിനെതിരെ ഗാർഹിക പീഡന നിയമപ്രകാരം ഷാർജ പോലീസിൽ ഇന്ന് പരാതി നൽകും. ഇങ്ങനെ രണ്ട് പ്രധാന സംഭവങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം. ഇന്നലെ ഇക്കാര്യത്തിൽ കുട്ടിയുടെ മൃതദേഹം വൈഭവിയുടെ മൃതദേഹം പിതാവായിട്ടുള്ള നിതീഷിന് വിട്ടുകൊടുത്തുകൊണ്ട് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാൻ ഇന്നലെ നീക്കം നടത്തിയതും ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഇടയിലാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും നിതീഷിന് കോൾ വരുന്നത്. ഫോൺ കോൾ വന്ന് എത്രയും പെട്ടെന്ന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നേരിട്ട് കോൺസുലേറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ നിതീഷ് ശ്രമിച്ചുവെങ്കിലും അത് വിജയിച്ചില്ല. അവസാനം മൃതദേഹം മോർച്ചറിയിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇന്നലെ നടക്കേണ്ടിയിരുന്ന സംസ്കാര ചടങ്ങ് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്ന സംസ്കാര ചടങ്ങ് അങ്ങനെ മുടങ്ങുകയായിരുന്നു. ഇന്നിപ്പോൾ ഇക്കാര്യത്തിൽ വീണ്ടും ചർച്ചയുണ്ടാകും. നിതീഷിന്റെ വാദം തനിക്ക് യാത്രാവിലക്കുള്ളത് കൊണ്ട് തന്നെ നാട്ടിലാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നതെങ്കിൽ തനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല. മകളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണം, അത് ഇവിടെ നടത്തണം. ഇതാണ് നിതീഷിന്റെ വാദം. അതേസമയത്ത് തന്നെ വിഭജികയുടെ അമ്മയും സഹോദരൻ വിനോദും തന്നെ രാത്രിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം അവർ പറയുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിച്ചാൽ മതി. ഇനി നിതീഷിന്റെ നാടായിട്ടുള്ള കോട്ടയത്തോ അല്ലെങ്കിൽ വിഭജികയുടെ നാടായിട്ടുള്ള കൊല്ലത്തോ സംസ്കരിക്കാം, അതിൽ എതിർപ്പില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് നിതീഷിനെതിരായിട്ടുള്ള ഗാർഹിക പീഡന പരാതി. അത് ഇന്ന് കുടുംബം നേരിട്ട് ഷാർജ പോലീസിലെത്തി നൽകും. വിനോദും ശൈലജയും എത്തി അറബിക് ട്രാൻസ്ലേഷൻ നടത്തിയതിനു ശേഷമായിരിക്കും ആ പരാതി നൽകുക. വിഭജികയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിപ്പാടുകൾ, വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ്, വിഭജികയുടെ ശബ്ദ സന്ദേശം ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ രണ്ട് നിർണായക കാര്യങ്ങളും ഇതുമായി സുരേഷ് വെള്ളിമുറ്റമാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.